ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഗുഡ് മോർണിംഗ് വ്ളോഗാണ്. ഇപ്പോൾ സമയം 9 മണി എന്നാണ് എൻ്റെ ഒരു നിശ്ചയമല്ല. എനിക്കിന്ന് ഒരു കഥയുണ്ടായി. കഥയെന്ന് പറഞ്ഞാൽ അത്ര വലിയ കഥയൊന്നുമില്ല. ഇന്ന് രാവിലെ 7 മണിക്കാണ് ട്യൂഷൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ ട്യൂഷന് പുതിയതായിട്ട് കയറുന്ന കാരണം ട്യൂഷൻ്റെ ഗ്രൂപ്പിലൊന്നും ഞങ്ങളില്ലായിരുന്നു. ഞങ്ങൾ രാവിലെ 7 മണിക്ക് എന്നെ കൂട്ടുകാരനെ പിക്ക് ചെയ്യാൻ പോയി. പക്ഷേ അന്നാലാണ് മനസ്സിലാക്കിയത് 10 മണിക്കാണ് ട്യൂഷൻ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നായിരുന്നു. പിന്നെ വന്നു. ഇപ്പോൾ 9 മണി ആവാറായി. ഒരു 9:30 ആകുമ്പം ട്യൂഷന് പോകും. അപ്പം ഇടയ്ക്ക് എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയപ്പം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നെനിക്കിങ്ങനെ ഓർത്തു. ഇന്ന് വലുതായിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ഒരു സബ്ജക്റ്റ് കിട്ടാഞ്ഞപ്പം ഞാൻ എൻ്റെ ഗാർഡനിങ് വീഡിയോയുടെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അന്നേരം ഇരുട്ട് രാത്രി ആയതുകൊണ്ടും അത്ര ക്ലിയർ അല്ല. അപ്പോൾ ഞാൻ ഓർത്ത് അതിൻ്റെ ഒരു ഷോർട്ടും കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന്. ലോങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയൊന്ന് കണ്ടു നോക്കുക, അല്ലെങ്കിൽ ഈ ഷോർട്ട് കണ്ടാലും മതി. ഈ ചെടി ഞാൻ ലോങ് വീഡിയോ കാണിച്ചപ്പോൾ മുട്ടിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പം അത് പൂവിരിഞ്ഞ് നല്ല ഫ്രഷായിട്ട് നിൽപ്പുണ്ട്. ഇത് ജമന്തിയാണ്. യെല്ലോ ആണോ അതോ ഓറഞ്ച് ആണെന്നൊന്നും അറിയില്ല. എന്തായാലും ജമന്തിയാണ്. ഇതിൻ്റെ അടിയിൽ ഒരു റെഡ് ഒരു പൂവിരിയണ ഒരു ചെടിയാണുള്ളത്. ഇത് റോസാണ്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ നമ്മളെ പടർന്ന് പിടിക്കുന്ന ചെടിയില്ലേ, റോസിന് മൊട്ട് വന്നിട്ടുണ്ട്. പടർന്ന് പിടിക്കേണ്ട ചെടിയുണ്ട്. ഇതിൽ ഒരു താഴെ കിടക്കുന്ന ഒരു ചെടിയായിരുന്നു ഇത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പോയി. 10 മണിയുടെ ടൈപ്പിലുള്ള ചെടി 10 മണിയല്ല. ഇതും ഒരു റോസാണ്. ആ റോസിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ 10 മണിപ്പൂക്കൾ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഇതും റോസാണ്. ഉണങ്ങിപ്പോയ റോസ് കുറച്ച് പച്ചപ്പ് പിടിച്ച് വന്നതാണ്. ഇത് അദീനിയാണ്. അദീനിയത്തിൻ്റെ അവിടെ ഒരു ഇങ്ങനെ കുട്ടിച്ചെടി പോലത്തെ പൂവിയാണ് നല്ല ഒരു ചെടിയുണ്ട്. ഇത് തുളസിയാണ്. ഇത് ഞങ്ങളുടെ പുതിയ തുളസിയും ഇത് ഞങ്ങളുടെ പെരാസ്തൊലി തുളസിയുമാണ്. പിന്നെ ഇവിടെ ആയിട്ട് വേറൊരു തുളസിയും കൂടെ ഉണ്ട്. അതുപോലെ അവിടെയുണ്ട് ഒരു തുളസി. ഇതും ഒരു റോസാപ്പൂവാണ്. റോസയാണ്. വൈറ്റ് ആണ് കളറ്. ഇത് റെഡ്, ഗാർഡനിലൊക്കെ വരുന്ന റെഡ് ഇലയാണ്. ഇത് 10 മണിയുടെ തന്നെ ലൈറ്റ് 10 മണിയാണ്. ഒരു പിങ്ക് കളർ തന്നെ ഒരു പൂവ് കണ്ടോ. 10 മണിയുടെ ലൈറ്റ് 10 മണി കണ്ടോ ഗൈസ്. പിന്നെ ഈ ഒരു റെഡ് ചെടിക്കകത്ത് ഇങ്ങനെ നമ്മുടെ തുളസിക്കുണ്ടാകുന്ന ഒരു സാധനം ഉണ്ടാവും ഗൈസ്. നല്ല രസമാണ് അതിനെ കാണാൻ. ഇതും ആ ഒരു റെഡ് ചെടി തന്നെയാണ്. പിന്നെ ഗൈസ് ഇതിൻ്റെ ഇപ്പുറത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എവിടെയായിട്ട് ഇങ്ങനെ പൊന്നാങ്കണ്ണി ചീര അങ്ങനെ കണ്ടൊരു ചീര കാണാൻ പറ്റുന്നുണ്ടാവും. അത് ഒരു ചീരയാണ്. പിന്നെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു ചെടി കാണാൻ പറ്റുന്നുണ്ടാവും. അതും ചീരയാണിത്. പുല്ലിൻ്റെ മാറ്റാണ്. അതിലിങ്ങനെ ചെടികൾ വളർത്തിയിരിക്കുന്നതാണ്. മാറ്റാട്ടോ, ഒറിജിനൽ മാറ്റ്. പിന്നെ ഒരു ചെത്തിയുണ്ട്. ഇത് പിങ്ക് കളറുള്ള ചെത്തിയാണ്. റോസയാണ്. വാടിപ്പോയപ്പം എൻ്റെ അപ്പുറത്തൊരു ഗാർഡനിലൊക്കെ നിൽക്കുന്ന ചെടി പിടിപ്പിച്ചതാണ്. ഇത് റോസയാണ്. 2 റോസയാണ്. ഇത് ഒരു മഴക്കാലമാകുമ്പോൾ ഗ്രീൻ കളറിലും അല്ലാത്തപ്പോൾ ഒരു വൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ നിൽക്കുന്ന ചെടിയാണ്. ഇത് മാച്ചായിട്ട് വാങ്ങിച്ചതല്ല, അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വെച്ച് പിടിപ്പിച്ചതാണ്. ഇവിടെ ഉണ്ട് ഒരു 10 മണിച്ചെടി. ഒരു പിങ്ക് ഗൈസ്, ഒരു പിങ്കാണ് ഇതുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ റെഡിഷ് ഗാർഡനിൽ നിൽക്കുന്ന ചെടി, അതിൻ്റെ തന്നെ റെഡും ഗ്രീനും ആയിട്ടുള്ളതും. പിന്നെ ഇതൊരു പർപ്പിൾ പൂരിയാണ് ചെടിയാണ് ഗൈസ്. മൊത്തം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇപ്പുറത്തായിട്ട് കുറച്ച് 10 മണികൾ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് ഇവിടെയായിട്ട് കുറച്ചധികം 10 മണികൾ തന്നെ ഉണ്ട്. ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. എൻ്റെ ഗാർഡനിങ്ങും ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഗൈസ് ഇതവിടെയായിട്ട് നിങ്ങൾക്കൊരു മാവ് കാണാം, ഇതവിടെയായിട്ട് തെങ്ങ് കാണാം. അതും പിന്നെ ഞങ്ങളുടെ ഇതിലുള്ളതാണ്. ആ റോസ കാണാൻ നല്ല രസമുണ്ടല്ലേ.
I like it this rose one, and I very well like it this one.